പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ എത്തിച്ചേരുകയാണ്. അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് നടക്കുന്ന ആടിത്തിരുവാതിര ഉത്സവത്തിൽ പങ്കെടുക്കും. ഗംഗൈകൊണ്ട ചോളപുരേശ്വരം സന്ദർശിച്ച ശേഷമാണ് ഈ യാത്ര. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഗംഗാ സമതലങ്ങൾ കീഴടക്കിയതിന്റെ 1000ാമത് വാർഷികത്തിലാണ് പങ്കെടുക്കുക. രാജേന്ദ്ര ചോളനെ ആദരിച്ചുകൊണ്ട് ചടങ്ങിൽ നാണയം ഉൾപ്പെടെ പ്രധാനമന്ത്രി പുറത്തിറക്കും. രാവിലെ 11:50ഓടെയാണ് പ്രധാനമന്ത്രി ഗംഗൈകൊണ്ട ചോളപുരത്ത് എത്തുക. അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ ഗംഗൈകൊണ്ട ചോളപുരേശ്വരത്തിന്റെ ചരിത്രപരമായ പ്രസക്തിയാണ് അരുൺ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായ ശില്പങ്ങൾ, അതിൻ്റെ പ്രാധാന്യം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി ഇന്ന് ഈ ദേശമാകെ ഒന്നുകൂടി ലോക ശ്രദ്ധയാകർഷിക്കുകയല്ലേ? അതോടൊപ്പം തന്നെ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും കൂടി ശ്രദ്ധയിലേക്ക് വരികയല്ലേ? തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഈ ഒരു നാടിൻ്റെ മഹിമ അത് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. ചോഴ രാജാക്കന്മാരുടെ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അടുത്തിടെ പൊന്നിയിൻ സെൽവൻ എന്നുള്ളൊരു സിനിമ വന്നതോടുകൂടെ തന്നെ കേരളത്തിൽ ഉൾപ്പെടെ ആ ചോഴ സാമ്രാജ്യത്തിൻ്റെ കഥകൾ കൂടുതൽ വ്യക്തമായിട്ട് തന്നെ നമ്മളൊക്കെ കേട്ടതാണ്. ഏതായാലും ആ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള രാജരാജ ചോഴൻ, ആ സിനിമയിലൊക്കെ ഏറ്റവും അവസാനമായി പറഞ്ഞു നിൽക്കുന്നത് രാജരാജ ചോഴൻ്റെ വിജയം വരെയുള്ള കാര്യങ്ങളാണ് ആ സിനിമയിലൊക്കെ പറഞ്ഞു വെക്കുന്നത്. ആ രാജരാജ ചോഴൻ്റെ വിജയത്തിന് ശേഷം രാജരാജ ചോഴൻ അദ്ദേഹം തഞ്ചാവൂരിൽ ഒരു ബൃഹദേശ്വര ക്ഷേത്രം സ്ഥാപിക്കുകയുണ്ടായി. നമുക്കറിയാം, കേരളത്തിൽ നിന്നൊക്കെയുള്ള ഒരുപാട് മലയാളികൾ ആ ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടെ ദർശനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ആ ക്ഷേത്രം രാജരാജ ചോഴൻ തഞ്ചാവൂർ എന്ന അവരുടെ ഈ ചോഴ രാജാക്കന്മാരുടെ ആ തലസ്ഥാന നഗരിയിൽ സ്ഥാപിച്ചു. അതിനുശേഷം ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷം രാജരാജ ചോഴൻ അന്തരിക്കുന്നു. അതിനുശേഷം പിന്നീട് രാജരാജ ചോഴൻ്റെ മകനായ രാജേന്ദ്ര ചോഴൻ, അദ്ദേഹമാണ് ആ അധികാരം കൈയാളിയിരുന്നത്. ഈ അച്ഛൻ ഏതു തരത്തിലാണോ അധികാരം കൈയാളിയിരുന്നത്, ഏതു തരത്തിലാണോ ഓരോ യുദ്ധങ്ങളും വിജയിച്ചത്, അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ വലിയ രീതിയിൽ വിപുലപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു രാജേന്ദ്ര ചോഴനിലൂടെ കണ്ടത് എന്നുള്ളതാണ്. രാജേന്ദ്ര ചോഴൻ കേവലം അദ്ദേഹം കീഴടക്കിയത് ഈ തൊട്ടടുത്തുള്ള നാട്ടുരാജ്യങ്ങൾ മാത്രമല്ല, അതായത് ഗംഗാ സമതലങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടർന്നു എന്നുള്ളതാണ്. ആ ഗംഗാ സമതലങ്ങൾ കീഴടക്കിയ അദ്ദേഹം പിന്നീട് ശ്രീലങ്ക കീഴടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ശ്രീലങ്കയ്ക്ക് ശേഷം അദ്ദേഹം മറ്റ് ഒരുപാട് രാജ്യങ്ങൾ, അതായത് തായ്ലാൻഡ് ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ കീഴടക്കുന്ന കാഴ്ചകളായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ, ആ വിജയങ്ങളുടെ ഒരു വാർഷികം എന്നതുകൂടെയാണ് ഇന്നിപ്പോൾ ഇവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ആടിത്തിരുവാതിര ഉത്സവം എന്നുള്ളതാണ്. ഈ രാജേന്ദ്ര ചോഴൻ ഇത്തരത്തിൽ യുദ്ധങ്ങളെല്ലാം വിജയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം അത് വളരെയേറെ വിപുലപ്പെടുത്തി എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ രീതിയിൽ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിപുലപ്പെടുത്തുക എന്നുള്ളത് അത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആ യുദ്ധങ്ങളൊക്കെ വിജയിച്ചതിന് ശേഷം രാജേന്ദ്ര ചോഴൻ തിരികെ തഞ്ചാവൂരിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യമാണ്, തൻ്റെ തലസ്ഥാന നഗരി അത് തഞ്ചാവൂർ പോരാ, അതിനെക്കാട്ടിലും, അതായത് അച്ഛൻ രാജരാജ ചോഴൻ്റെ കാലത്ത് തഞ്ചാവൂരായിരുന്നു തലസ്ഥാന നഗരിയെങ്കിൽ മറ്റൊരു തലസ്ഥാന നഗരി സ്ഥാപിക്കണം എന്നുള്ളൊരു ചിന്ത അന്ന് രാജേന്ദ്ര ചോഴന് ഉണ്ടാവുകയായിരുന്നു. ആ തലസ്ഥാന നഗരിയാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം എന്നുള്ളതാണ്. ആ സ്ഥലത്തേക്ക് അദ്ദേഹം ഇങ്ങനെയൊരു തലസ്ഥാന നഗരി സ്ഥാപിക്കുന്നതിന് കാരണം എന്നുള്ളത് പ്രധാനമായിട്ടും തഞ്ചാവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ തഞ്ചാവൂരിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് യുദ്ധത്തിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ യാത്രാപരമായിട്ടും മറ്റുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുമുള്ള ഒരു തലസ്ഥാന നഗരി പണിയണം എന്നുള്ള ചിന്ത രാജേന്ദ്ര ചോഴൻ ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു തലസ്ഥാന നഗരിയാണ് ഈ ഗംഗൈകൊണ്ട ചോളപുരം എന്നുള്ളതാണ്. ആ ഗംഗൈകൊണ്ട ചോളപുരത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു അരമന അവിടെ സൃഷ്ടിക്കുന്നു. ആ അരമനയ്ക്ക് ചുറ്റുപാടും ജനങ്ങളെ സുരക്ഷിതരായിട്ട് അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കുന്നു. ഒപ്പം തന്നെ ആ അരമനയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് അദ്ദേഹം ഒരു ബൃഹദേശ്വര ക്ഷേത്രം സ്ഥാപിക്കുന്നു. ആ ബൃഹദേശ്വര ക്ഷേത്രം എന്നുള്ളത് എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും തൊഴുന്നതിന് വേണ്ടി, അതായത് ഈ അദ്ദേഹത്തിൻ്റെ അരൺമനയോട് ചേർന്നിട്ടുള്ള ഭാഗത്തല്ല അദ്ദേഹം ഇത്തരമൊരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത്. ആ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് പുറത്തായിട്ടാണ് സ്ഥാപിക്കുന്നത്. കൊട്ടാരം ആ നാട് നിലനിൽക്കുന്ന ഭാഗത്തിന് പുറത്തായിട്ടാണ് സ്ഥാപിക്കുന്നത്.
സ്ഥാപിക്കുന്നത്. ആ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോഴ രാജാക്കന്മാരുടെ കരവിരുത് അവർ എത്രമാത്രം വാസ്തുകലയിലൊക്കെ എത്രമാത്രം പ്രാഗൽഭ്യമുള്ളവരായിരുന്നു എന്ന് വളരെയേറെ വ്യക്തമാക്കുന്ന തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ഏത് തരത്തിലാണോ നമ്മൾ അതിനെ ഒരു ലോകാത്ഭുതമായി കാണുന്നത്, അതേപോലെ ഒരു ലോകാത്ഭുതമാണ് ഈ ഒരു ബൃഹദീശ്വര ക്ഷേത്രം എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അതിൻ്റെ ഓരോ ചുവരുകളും മറ്റുമൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ ഒരു ഒറ്റക്കല്ല് കാണാൻ സാധിക്കും. ആ ഒറ്റക്കല്ലൊക്കെ അന്നത്തെ കാലത്ത് ഇവിടെ ഒരിക്കലും ലഭ്യമല്ലാത്ത കല്ലാണ്. ആ കല്ല് വളരെ ദൂര നാടുകളിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാജരാജ ചോഴൻ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം ഏതു തരത്തിലാണോ പണിതത് അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ മകൻ രാജേന്ദ്ര ചോഴൻ ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം സ്ഥാപിക്കുന്നു. ഇത് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ നഗരത്തിന് തൊട്ടടുത്താണ് കൊല്ലിടം എന്നുള്ള പുഴയുള്ളത്. ആ കൊല്ലിടം പുഴയും ഒപ്പം തന്നെ ഇവിടെ ഒരു ഏരി, അതായത് ഒരു ജലാശയവും അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. ആ കൊല്ലിടം നദിയിൽ നിന്നുമുള്ള വെള്ളം ഈ ജലാശയത്തിൽ എത്തുകയും ആ ജലാശയത്തിൽ നിന്നും ആ വെള്ളം ഇവിടെ നാടിന് മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഈ ജലാശയത്തിലൂടെ കൊല്ലിടം റിവറിലേക്ക്, കൊല്ലിടം പുഴയിലേക്ക് കടന്ന് ആ കൊല്ലിടം പുഴയിൽ നിന്നും കപ്പൽ മാർഗം അദ്ദേഹത്തിന് കടലിലേക്ക് എത്തി അവിടെ നിന്നും ശ്രീലങ്കയിലേക്കോ മറ്റ് നാടുകളിലേക്കൊക്കെ കടക്കാവുന്ന തരത്തിൽ ഒരു നഗരം, തലസ്ഥാന നഗരം എന്ന തരത്തിലാണ് ഈ ഗംഗൈകൊണ്ട ചോഴപുരം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ക്യാപിറ്റൽ, ആ തലസ്ഥാന നഗരം അദ്ദേഹം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ചരിത്ര രേഖകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ അദ്ദേഹത്തിൻ്റെ അരൺമനയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും ഒന്നും ഇന്ന് ഇല്ല. അവിടെയൊക്കെ ഏതാനും കല്ലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ക്ഷേത്രം നിരവധി ആക്രമണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് ആക്രമണങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഇവിടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. അത് 1311 മാലിക് ഗഫൂറിൻ്റെ ആക്രമണമാണെങ്കിലും 1756 ഫ്രഞ്ച് പട്ടാളത്തിൻ്റെ ആക്രമണമാണെങ്കിലും 1765 ആർക്കേഡ് നവാബിൻ്റെ ആക്രമണമാണെങ്കിലും 1801 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിനെ ക്ഷേത്രത്തെ ഒരു അവരുടെ ആയുധപ്പുരയാക്കി മാറ്റുന്ന തരത്തിൽ ചെയ്തതാണെങ്കിലും അതേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള കല്ലുകൾ കൊണ്ടുപോയി ഒരു ഡാം നിർമ്മിക്കുന്നത് പോലെ അതിൻ്റെ ആ വാസ്തുകലയെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ നടത്തി വലിയ കൊള്ളകൾ നടന്നുവെങ്കിൽ, അതായത് മുഗൾ രാജാക്കന്മാർ മുതൽ ബ്രിട്ടീഷുകാർ വരെ ഈ ക്ഷേത്രത്തിനെ ആക്രമിച്ചതിനെ വലിയ രീതിയിൽ നശിപ്പിച്ചതിൻ്റെ വാസ്തുകലയെ ലോകാത്ഭുതമായി ഉയർന്നു നിൽക്കുന്ന ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ ആ ശ്രമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇവിടെ നിൽക്കുന്നത്.